ഇന്നത്തെ സെർമൺ ടൈറ്റിലാണ് ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ യാത്ര. നല്ല വർഷം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന 365 ദിവസത്തെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? വിശ്വാസത്തിന്റെ യാത്ര. ഞാൻ ചില വ്യക്തികളുടെ കഥകൾ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു നയമാൻ എന്നൊരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. 6-ാം രാജാവിന്റെ സേനാപതിയായ ഈ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനും ആയി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഈ നയമാന്റെ ഭാര്യയോട് പറയുകയാണ്, അയ്യോ, ഒരു കാര്യം ചെയ്യ, ഇസ്രായേലിൽ ഒന്ന് പോ, അവിടെ നല്ല 1-ാം തരം അഭിഷക്തന്മാരുണ്ട്, അവിടെ പോയി ഒന്ന് നോക്ക്, കുഷ്ഠരോഗം മാറും. അതുകൊണ്ട് ഭാര്യ പോയി നയമാനോട് പറയുകയാണ്. അങ്ങനെ നയമാന് യാത്ര തിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ യാത്ര. ആ യാത്ര തുടങ്ങുമ്പോൾ ഉള്ളതായ ആ ചിന്ത, ആ ആശ, എനിക്ക് എങ്ങനെങ്കിലും എൻ്റെ ഈ കുഷ്ഠരോഗം ഒന്ന് മാറിക്കിട്ടണം. അങ്ങനെ നയമാന് അവിടെ ചെല്ലുമ്പോൾ എലീശ പ്രവാചകനെ കാണുകയാണ്. നമ്മുടെ ആ വിശ്വാസത്തിന്റെ യാത്രയിൽ നമ്മൾ പോകുന്ന ആ യാത്രയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നെ യേശു ഇങ്ങനെയായിരിക്കും എന്നെ ട്രീറ്റ് ചെയ്യുവാൻ പോകുന്നത്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ അസുഖം മാറും, എല്ലാ നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ആ വിശ്വാസത്തിന്റെ യാത്രയിൽ ഈ നയമാൻ എക്സ്പെക്ട് ചെയ്യാത്ത ചില സംഭവങ്ങൾ ഈ നയമാന് നേരിടേണ്ടി വന്നു. 10-ാമത്തെ വാക്യത്തിൽ പോകുമ്പം എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. നയമാൻ വിചാരിച്ചത് എലീശ പ്രവാചകൻ നേരിട്ട് കാണുമെന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് എലീശ ആളയച്ചെന്നാ പറയുന്നത്. നീ ചെന്ന് യോർദാനിൽ ഒരു മെസ്സേജ് അയക്കുന്നത്. പക്ഷേ എലീശ പ്രവാചകൻ നേരിട്ട് പോകുന്നില്ല. 11-ാമത്തെ വാക്യത്തിൽ നയമാൻ പറയുന്നത്, അപ്പോൾ നയമാൻ ഏറ്റവും ദേഷ്യപ്പെടുകയാണ്. അവിടുന്ന് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് എക്സ്പെക്ടേഷൻസ് നോക്കണം. അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. 1-ാമത്തെ കാര്യം, നയമാൻ എക്സ്പെക്ട് ചെയ്തത് തലേ കൈ തൊട്ട് പ്രാർത്ഥിക്കുമെന്നായിരുന്നു. ഭയങ്കരമായ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുകയും നമ്മുടെ ആ കുഷ്ഠരോഗം മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ ആ അസുഖം മാറുകയോ നമ്മുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരികയോ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ നയമാൻ പോകുന്നത്. നയമാൻ എക്സ്പെക്ട് ചെയ്തത് ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൻ എന്നെ വന്ന് എതിരേൽക്കും. എന്താന്ന് വെച്ചാൽ ഞാനൊരു ഡിഗ്നിഫൈഡ് മനുഷ്യനല്ലേ. നമ്മുടെ പദവി വെച്ച് പോകുമ്പോൾ നമ്മുടെ പദവികളെ നോക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ പദവി വെച്ചിട്ടല്ല സ്നേഹിക്കുന്നത്, നമ്മുടെ സ്ഥാനം വെച്ചിട്ടല്ല സ്നേഹിക്കുന്നത്. ഞാൻ ഇന്ന ഓർഗനൈസേഷന്റെ ഒരു പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നെ ദൈവം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് എന്നെ ദൈവം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം പഠിച്ചതുകൊണ്ട്, തിയോളജി പഠിച്ചതുകൊണ്ട് എന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. വളരെയധികം വ്യത്യസ്തമായ ചിന്തകളും ഊഹങ്ങളുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ലോജിക്കില് ഇതൊന്നും പെടുന്നില്ല. ദൈവം നയമാനെ അയക്കുമ്പോൾ നയമാന്റെ ചില ചിന്തകളും അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒരു വ്യത്യാസം കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിചാരങ്ങളെ മാറ്റും. ആ വിശ്വാസത്തിന്റെ യാത്രയാണ് ഞാൻ ഈ പറയുന്നത്. ഈ 2025 പ്രവേശിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിചാരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് സമർപ്പിക്കണം. എന്നിട്ട് പറയണം, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ വിചാരങ്ങളൊന്നും വേണ്ട, നിന്റെ വിചാരങ്ങൾ മാത്രം മതി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നീ പോകേണ്ട പാതയിൽ ഞാൻ നിന്നെ അനുഗമിക്കണം. അങ്ങനെ ഈ നയമാന്റെ കുഷ്ഠരോഗം മാറുകയാണ്. എപ്പോഴാണ് നയമാന്റെ ആ കുഷ്ഠരോഗം മാറുന്നത്?
നയമാന മുങ്ങിയ വെള്ളത്തിന് എന്തെങ്കിലും ഒരു അത്ഭുതമുണ്ടോ? എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള വെള്ളമായിരുന്നോ? ഞാൻ പറയട്ടെ, ഒരു വെള്ളത്തിനും വ്യത്യാസമില്ല. ദൈവം പറയുന്നത്, ഞാൻ തരുന്ന വെള്ളം, ഞാൻ തരുന്നതായ ആ വാട്ടർ നീ കുടിക്കുമ്പോൾ നിനക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഔട്ട് ഓഫ് യുവർ ബെലി ഷൽ ഫ്ലോ ദ സ്ട്രീംസ് ഓഫ് ദ ലിവിംഗ് വാട്ടർ. നിന്റെ ജീവിതത്തിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറ്റം പറയുന്ന വാക്കുകളല്ലായിരിക്കും. നിന്റെ മനസ്സിൽ കൂടെ പോകുന്നത് മനുഷ്യനെ കുറ്റം പറയുന്നതല്ലായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യരെ ജഡ്ജ് ചെയ്യുന്നതല്ലായിരിക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2025 ആ വിശ്വാസത്തിന്റെ യാത്രയിൽ, നമ്മൾ പോകുന്ന യാത്രയിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ദൈവത്തിന്റെ പദ്ധതികൾ തന്നെ പൂർത്തീകരിക്കട്ടെ. പക്ഷേ എൻ്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് സമർപ്പിച്ചിട്ട് ദൈവത്തോട് പറയണം, നിന്റെ വിചാരങ്ങൾ ആകട്ടെ എൻ്റെ വിചാരം, നിന്റെ ചിന്തകളാകട്ടെ എൻ്റെ ചിന്തകൾ. അങ്ങനെ ഈ നയമാൻ ഒരു വ്യത്യാസം വരികയാണ്. നയമാന്റെ കുഷ്ഠരോഗം മാറുകയാണ്. എപ്പോഴാ നയമാന്റെ കുഷ്ഠരോഗം മാറുന്നത്? നയമാൻ ആ വെള്ളത്തിൽ മുങ്ങണ്ട. നയമാന്റെ അകത്തൊരു പദവിയുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ പൊസിഷന്റെ സ്പിരിറ്റ് ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൊസിഷന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടോ? ആ സ്പിരിറ്റിൽ കൂടെ ദൈവം നമ്മളെ എടുത്തു മാറ്റുവാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ചില വ്യക്തികളെ കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന അവർ പ്രസിഡന്റ് ആണ്, ഇന്നതാണ്. അവരെ ബിസിനസ് കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്തെ ഒരു ഇത് കാണണം. നീ ആരാ? നീ ആരുമല്ല. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഐ ആം വാട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഒരു വലിയ കൃപ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ബിസിനസ് കാർഡ് അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് കാർഡിനേക്കാളും കൂടുതൽ ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലായിരിക്കണം. ഈ നയമാന്റെ അകത്തുള്ളതായ ആ ഒരു അഹങ്കാരം, അഹം എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റിലെ മിയ, അഹങ്കാരം, ആ അഹങ്കാരം എടുത്തു മാറ്റി ആ നയമാനെ സാധാരണമായ ഒരു വ്യക്തിയാക്കി. ആ അഴുക്ക് വെള്ളം, അവൻ വിചാരിച്ച വെള്ളത്തിൽ, അവന് മുങ്ങുവാൻ ആഗ്രഹിക്കാത്ത ഒരു വെള്ളത്തിൽ അവനെ കൊണ്ട് മുക്കിച്ചു. ആ വിശ്വാസത്തിന്റെ യാത്രയിൽ നയമാന്റെ കുഷ്ഠരോഗം മാറി. അവൻ സുന്ദരക്കുട്ടപ്പനായിട്ട് ഇറങ്ങി വരികയാണ്. ഞാൻ ഡൈബരത്തിൽ നല്ല സുന്ദരനായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം സെപ്റ്റംബറിൽ 2014 ദൈവം പറഞ്ഞു, ഈ ഡൈ അങ്ങ് നിർത്തണം. ഞാൻ ആ ബാർബർ ഷോപ്പിൽ ഇരുന്നപ്പോഴായിരുന്നു എന്നോട് ദൈവം പറഞ്ഞത്. ഞാൻ ആ തലമുടി കട്ട് ചെയ്യുന്നതായ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ഇനി ഡൈ ചെയ്യാൻ പോകുന്നില്ല. എന്നോട് ഇപ്പൊ പറഞ്ഞു. ആ സ്ത്രീ ചോദിച്ചു, ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം ഇപ്പൊ പറഞ്ഞു. ഒരു മാസം എൻ്റെ തലമുടി ഈ കോഴിയുടെ തലമുടി പോലെയായിരുന്നു. ബ്രൗണും ബ്ലാക്കും എല്ലാം കൂടെ കുഴഞ്ഞ ഒരു തലമുടി. ഒക്ടോബർ 2014, നവംബർ 2014 അതുപോലെയായിരുന്നു. പക്ഷെ ഡിസംബർ 2014 ആയപ്പം ഒരു സുന്ദര കുട്ടപ്പനായ ഒരു തലമുടി, നല്ല വെളുത്ത തലമുടി. എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവന്റെ തലമുടി വെളുത്തതാ, എൻ്റെ തലമുടിയും വെളുത്തതാ. പക്ഷെ ഇവന്റെ ഒരു വ്യത്യസ്തമായ വെളുപ്പാണ്. നമ്മുടെ ആ ദൈവം ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ നമ്മുടെ വിചാരങ്ങൾ എടുത്തു മാറ്റി, നമ്മുടെ ചിന്തകൾ എടുത്തു മാറ്റി, നമ്മുടെ അഹങ്കാരങ്ങൾ എടുത്തു മാറ്റി, നമ്മൾ ആ ദൈവസന്നിധിയിലോട്ട് നമ്മൾ മുങ്ങുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു വലിയ ഒരു വ്യത്യാസം ദൈവം തരും. ഒരു ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, ലെറ്റ് മീ ബി ഇമ്മേഴ്സ്ഡ് ഇൻ യു ദാറ്റ് ഐ മേ സീ എവറിത്തിങ് ഡിം. ലെറ്റ് മീ ബി ഇമ്മേഴ്സ്ഡ്, ഞാൻ നിന്നിൽ ഇത്രമാത്രം അങ്ങോട്ട് ഇമ്മേഴ്സ്ഡ് ആയി പോകട്ടെ. ഞാൻ വേറെ എല്ലാം എനിക്ക് കാണാത്ത പോലെ ദൈവത്തെ മാത്രം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷം, ദൈവത്തെ മാത്രം അനുഭവിക്കുന്ന ഒരു ജീവിതം. അതാണ് വിശ്വാസത്തിന്റെ യാത്ര. ഞാൻ പറയുന്നത് എല്ലാ വർഷവും ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ, ഞാൻ തുടങ്ങിയതുപോലെയാണോ ഈ വർഷം എൻ്റെ ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? എൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നോ? എൻ്റെ വീക്ഷണങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. വണ്ടി ഓടുന്നുണ്ടെങ്കിലും എൻജിൻ ഇങ്ങനെ വേറെ ടയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, ദൈവമേ, ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ, ഞാൻ പോകുന്ന യാത്രയിൽ ദൈവമേ നീ എൻ്റെ കൂടെ ഇരിക്കണമേ. എൻ്റെ വിചാരങ്ങൾ മാറ്റണമേ, എൻ്റെ ചിന്തകൾ മാറ്റണമേ,
എൻ്റെ അഹങ്കാരങ്ങൾ എടുത്തു മാറ്റി ദൈവമേ നിന്നെ പോലെ താഴ്മയുള്ളവനാക്കി എന്നെ നീ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നയമാന്റെ കുഷ്ഠരോഗം മാറി. ഞാൻ വേറെ ഒരു വ്യക്തിയുടെ കഥ പറയാം. അവൻ ചെറുപ്പം തൊട്ട് അന്ധനായിരുന്നു, ബ്ലൈൻഡായ ഒരു പൈതല്. അവന് കാണാത്ത ഒരു അവസ്ഥ, അവനൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ യേശുവിനെ കാണുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞതാണ്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തില് യേശു അവനെ കണ്ടിട്ട് നിലത്ത് നിന്ന് അത് തുപ്പിയിട്ട് ഒരു ഇച്ചിരി മണ്ണെടുത്തിട്ട് തുപ്പലെടുത്ത് അത് അങ്ങോട്ട് കുഴച്ചിട്ട് അവന്റെ കണ്ണിൽ മേൽ പൂശുകയാണ്. ദൈവം ഈ യുവാവിന്റെ കണ്ണിന്മേൽ അത് പൂശുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നു, നീ ചെന്ന് ശിലോഹോം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു അവനോട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വിശ്വസിക്കുന്ന യേശു നമ്മളെ ശിലോഹോം വരെ എന്തിനു കൊണ്ടുപോകുന്നു? അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ദൈവമേ, ഇന്ന് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് നീ 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറയുന്നു? ഇങ്ങനെ എന്തിനാ ചെയ്യേണ്ടേ? ഞാൻ ആവശ്യം നമ്മുടെ വിചാരങ്ങള്. ശിലോഹത്തിൽ ആ സ്ഥലത്ത് എന്തോ വ്യത്യസ്തം, ആ വെള്ളത്തിനെന്തോ വ്യത്യാസം. ഞാൻ പറയട്ടെ, ഇന്ന് വളരെയധികം വ്യക്തികൾക്ക് ഡിബേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് സ്നാനം. വെള്ളത്തിന്റെ മഹത്വമല്ല സ്നാനം. നയമാനോട് വെള്ളത്തിൽ മുങ്ങുവാൻ പറഞ്ഞപ്പം നല്ല വെള്ളമല്ലായിരുന്നു. ഈ യുവാവിനോട് യേശു പറഞ്ഞപ്പം അത് നല്ല വെള്ളമായതുകൊണ്ടല്ല യേശു പറഞ്ഞ നീ ശിലോഹോമിൽ പോയി കഴുകാന്. സ്നാനം എടുക്കുന്നത് വെള്ളത്തിന്റെ മഹത്വമല്ല. സ്നാനം എടുക്കുന്നത് നമ്മൾ ദൈവത്തോട് അനുരൂപപ്പെടുന്ന ഒരു അനുഭവം. ലോകത്തോട് വിട പറയുകയും ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുകയും മനുഷ്യരുടെ മുമ്പിൽ പറയുകയാണ്, ഞാൻ ഇന്നലെ വരെയും അന്ധകാരത്തിൽ ജീവിച്ചു, ഞാൻ എൻ്റെ തോന്നിവാസം ചെയ്തു, ഞാൻ ചിന്തിക്കുന്നതെല്ലാം വ്യത്യസ്തമായിരുന്നു, പക്ഷേ ഇന്നോ ഞാൻ ദൈവത്തെ അറിയുന്നു, യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഞാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ വിളിക്കുകയും ചെയ്യുകയാണ്. ഇന്നു മുതൽ എൻ്റെ ദൈവം പറയുന്നത് കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുവാൻ എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്നതാണ് സ്നാനം. അപ്പോൾ പറയുന്ന ശിലോഹോം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ആ ശിലോഹോം കുളത്തിൽ നടന്നു പോകുന്ന ഈ യുവാവിനെ കുറിച്ചൊന്ന് ചിത്രീകരിക്കണം. അവൻ വടി പിടിച്ചോണ്ട് ഇങ്ങനെ വടി വെച്ച് നടക്കുകയായിരിക്കും, ഒരു കുരുടനായ ഈ യുവാവ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്കറിയത്തില്ല യേശു പറയുന്നത് ശരിയാണോ, ഇത് എൻ്റെ യുക്തിപ്രകാരം ഇത് ശരിയല്ല, ഇതിന്റെ ആവശ്യമില്ലെന്നേ, ഇതിന്റെ ആവശ്യമില്ല എനിക്ക്. പക്ഷേ ഈ യുവാവ് പറയുന്നത്, ആ വചനം പറയുന്നത്, അവൻ പോയി കഴുകി, അവൻ അവിടെ വരെയും എത്തി, അവിടെ വരെയും യാത്ര ചെയ്തു. ശിലോഹോം എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ ഈ അടുത്ത വർഷത്തിന്റെ 365 ദിവസം എന്ന് എണ്ണിക്കോ. നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് ദൈവം നമ്മളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോകുന്ന യാത്രയിൽ അനുസരണത്തിന്റെ ഒരു യാത്രയായിരിക്കണം, ഒരു ഒബീഡിയൻസിന്റെ യാത്രയായിരിക്കണം. കർത്താവായി യേശു ക്രിസ്തു കൊണ്ടുപോകുന്ന യാത്രയിൽ എന്തെല്ലാം പ്രയാസമുണ്ടെങ്കിലും ഞാനത് ചെയ്യും. ഈ പറഞ്ഞ വ്യക്തികൾ എത്രയോ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അസുഖത്താൽ ബാധിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർ ഏത് പാട്ടാ പാടുന്നത്? അവർ പാടുന്നതാണോ കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? അതാണോ പാടുന്നത്? അതോ തിരിച്ചു വേറെ പാട്ടാണോ പാടുന്നത്? കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. എന്റെ യാത്രയിൽ പ്രയാസം ഉണ്ടായിരിക്കും, എന്റെ യാത്രയിൽ കല്ലുകൾ കാണും, യാത്രയിൽ അൺസർട്ടനിറ്റീസ് കാണും, എന്റെ യാത്രയിൽ വളരെ അധികം വ്യത്യസ്തമായ ചിന്തകൾ വന്നെന്നിരിക്കും, എന്റെ യാത്രയിൽ വളരെയധികം വിചാരങ്ങൾ വന്നെന്നിരിക്കും. പക്ഷേ കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. എന്താണെന്നറിയാമോ? താഴെ പറയുന്നുണ്ട്, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയൊന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ
ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. എന്നെ ശിലോഹോമിൽ പോകുവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനറിയാം എങ്ങനാ പോകണ്ടേന്ന്. എൻ്റെ കർത്താവിനറിയാം പോകേണ്ട യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നെന്നിരിക്കും. എൻ്റെ കർത്താവിനറിയാം എന്തെല്ലാം ചിന്തകൾ നമ്മളെ ആകർഷിച്ചെന്നിരിക്കും. ഈ ശിലോഹോമിൻ്റെ യാത്രയിൽ എന്തെല്ലാം പ്രയാസം വന്നിടട്ടെ, അപ്പ പറയണം, നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാൻ നിന്നെ 2025 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഓരോ സ്റ്റെപ്പിലും, നിന്റെ ഓരോ ഡിസിഷൻസിലും ഞാനുണ്ടാകട്ടെ. ഞാൻ നിന്നെ നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന്റെ യാത്ര അതാണ്. അൺസർട്ടൺ മൂമെന്റ്സാ, നമുക്കറിയത്തില്ല. പക്ഷെ ആ അൺസർട്ടൺ മൂമെന്റ്സില് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആ അൺസർട്ടൺ മൂമെന്റ്സില് ഒരു സർട്ടൻറ്റി ഉണ്ടായിരിക്കും. എന്താണെന്നറിയാമോ? നമ്മളെ നയിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മളെ കൈവിടാത്ത ആ കർത്താവായ യേശു ക്രിസ്തു, നമ്മളെ സ്നേഹിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒന്നിനും പതറേണ്ട ആവശ്യമില്ല. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. എപ്പോഴാന്നറിയാം? പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. എപ്പോഴാ? പ്രലോഭനമനവധി വന്നിടിലും. എന്തുകൊണ്ട്? എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. വിശ്വാസത്തിന്റെ യാത്ര ഏതായിരിക്കണം? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആ അഹങ്കാരങ്ങൾ എടുത്ത് മാറ്റുന്ന ഒരു വർഷമാകട്ടെ. നമ്മുടെ ആ ചിന്താഗതിക്കൊരു വ്യത്യാസം വരുന്ന ഒരു വർഷമായിരിക്കട്ടെ. പഴയ വർഷത്തിൽ ചെയ്ത മണ്ടത്തരം ഈ പുതിയ വർഷത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നയമാന്റെ കഥ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ബാലനായ വ്യക്തി, ഈ യുവാവിന്റെ ജീവിതത്തിൽ അവനെ ദൈവം ഒരു ശിലോഹം എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് വിടുന്നത്. അവനെ കാണാൻ വയ്യാത്ത ഒരു വ്യക്തിയോട് അത്രയും ദൂരം യാത്ര ചെയ്യുവാൻ പറയുന്ന ആ ദൈവത്തിന് അറിയത്തില്ലയോ ഈ വ്യക്തിക്ക് കാണാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ആ വിശ്വാസത്തിന്റെ യാത്രയിൽ അവൻ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമ്മുടെ യാത്രയിൽ ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ അൺസർട്ടൺ മൂമെന്റ്സിൽ കഴിഞ്ഞതെല്ലാം നമുക്കറിയാം, പക്ഷെ വരുവാൻ പോകുന്നതായ ഒരു കാര്യങ്ങളും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയണം, ദൈവമുണ്ട് നമ്മുടെ കൂടെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നയമാന്റെ കാര്യം പറഞ്ഞു, യുവാവിന്റെ കാര്യം പറഞ്ഞു. ഇനി പത്രോസിന്റെ കാര്യം. പത്രോസ് പടകിലിരിക്കുകയാണ്. യേശു അങ്ങനെ മുമ്പിൽ നിന്ന് വരുന്നത് യേശുവിനെ കണ്ടു. 11 വ്യക്തികൾക്ക് കിട്ടാത്ത വെളിപ്പാട് ഈ പത്രോസിന് കിട്ടി. ഒരു ചിന്ത പത്രോസിന് കിട്ടി, ഒരു ആഗ്രഹം പത്രോസിനുണ്ടായിരുന്നു. 11 വ്യക്തികൾക്കുണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. 11 വ്യക്തികൾ അതിനെക്കുറിച്ച് പറഞ്ഞു കാണുമോ എന്നും പറയുന്നില്ല വചനം. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, പത്രോസിനൊരു ആഗ്രഹം വന്നു, പത്രോസിനൊരു ചിന്ത വന്നു, ഞാനൊന്ന് വെള്ളത്തിന്മേൽ നടന്നാലോ. പക്ഷെ പത്രോസിനറിയാം ഈ വെള്ളത്തിന്റെ ആഴം. റിസർച്ച് അനുസരിച്ച് 640 ഫീറ്റിന്റെ വെള്ളമായിരുന്നു. ആ വെള്ളത്തിന്മേൽ നടക്കാൻ പത്രോസിന് പറ്റത്തില്ലെന്ന് പത്രോസിനറിയാം. പത്രോസ് മുമ്പിൽ നോക്കിയപ്പം യേശുവിനെ കണ്ടു. യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ജീസസ്, ഇഫ് യു ആർ കോളിംഗ് മീ, ഐ ആം വില്ലിംഗ് ടു വാക്ക് ഓൺ ദിസ് വാട്ടർ. ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2025 പറയേണ്ട കാര്യം, യേശുവേ നീ മുമ്പിലുണ്ട്. ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുവാൻ പോകുന്നതായ ഈ സ്റ്റെപ്പിൽ ഈ വെള്ളത്തിന്റെ ആഴപ്രകാരം എനിക്ക് കാൽ വെക്കുവാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിന്റെ ആഴപ്രകാരം എനിക്കിവിടെ നിൽക്കുവാൻ പറ്റത്തില്ല. പക്ഷേ യേശുവേ, നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്മേൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു വലിയ ആഗ്രഹം. കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കി, അവന്റെ മുഖത്തോട്ട് നോക്കി, അവന്റെ ആ നല്ല സുന്ദരമായ മുഖത്തോട്ട് നോക്കി ഒന്ന് യാത്ര ചെയ്യുവാൻ ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ നമ്മളെ ദൈവം ഒന്ന് പ്രേരിപ്പിക്കട്ടെ. ഒരു വ്യത്യസ്തമായ ചിന്ത ദൈവമേ എനിക്ക് തരണമേ, ഒരു വ്യത്യസ്തമായ ഒരു വെളിപ്പാട് എൻ്റെ ദൈവമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
എന്റെ ദൈവമേ, നീ എന്നെ വിളിക്കുന്നുവെങ്കിൽ, നീ എനിക്ക് വെളിപ്പാട് തരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞാനിത് ചെയ്യാൻ പോവാ. ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തി എറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഹല്ലേലൂയ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ. എന്റെ ദൈവമേ, നീ എന്നെ ഒന്ന് വിളിക്കാമോ? യേശുവേ, ഒരു വാക്ക് മതി എന്റെ ജീവിതം മാറിടുവാൻ. യേശുവേ, ഒരു വാക്ക് മതി എന്റെ എല്ലാ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ. ഈ യാത്രയിൽ തന്നെയായിരുന്നു പത്രോസ്. 11 ശിഷ്യന്മാരും പടകിലുണ്ട്. നമ്മുടെ ചില യാത്രയിൽ തന്നെ പോകേണ്ട യാത്ര, ആരുമില്ല നമ്മുടെ കൂടെ, ആരും മനസ്സിലാക്കത്തില്ലായിരിക്കും, ആർക്കും അത്ര വെളിപ്പാട് കിട്ടാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾക്ക് സന്തോഷം പകരേണ്ട ഒരു കാര്യമാണ്, എന്നെ ദൈവം വിളിച്ചു, ഞാൻ നടക്കാൻ പോവാ. മറ്റുള്ളവരെ നോക്കി നിന്നാൽ നടക്കത്തില്ല, മറ്റുള്ളവരെ നോക്കി നിന്നാൽ വളരത്തില്ല. കർത്താവിനെ നോക്കിയാൽ വളരും, കർത്താവിനെ നോക്കിയ സന്തോഷം പകരും, ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് വരും. പത്രോസ് പറഞ്ഞു കാണും, ഞാൻ എൻ്റെ ശക്തിയാലല്ല നടക്കുന്നത്. പത്രോസ് പറഞ്ഞു കാണും, ഞാൻ നിന്റെ ശക്തിയാലാണ് നടക്കുന്നത്. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ. ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ നമ്മൾ നടക്കും, പക്ഷെ ചില അവസ്ഥകളിൽ ചില സംഭവങ്ങൾ സംഭവിക്കും. ഒരു പക്ഷേ കാറ്റ് അങ്ങോട്ട് ആഞ്ഞടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഒരു തോന്നൽ വന്നെന്നുണ്ടായിരിക്കും, അയ്യോ, ഞാൻ ചെയ്തത് ശരിയായിരുന്നോ, ഞാൻ മണ്ടത്തരമാണോ ചെയ്തതെന്ന് ചിന്തിച്ചെന്നിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പതറിയെന്നിരിക്കും. വെള്ളത്തിൽ മേൽ നടക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ഒന്ന് താഴ്ന്നു പോയെന്നിരിക്കും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. അത് നിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമായിരിക്കാൻ പാടില്ല. പക്ഷെ അതിനു പകരം പിന്നെയും യേശുവിനെ വിളിക്കണം. എന്റെ യേശുവേ, നീ എന്നെ രക്ഷിക്കണമേ, എന്റെ യേശുവേ, നീ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ യേശു ആ കൈ നമുക്ക് പിന്നെയും തരും. പറയും, മകനെ അല്ലെങ്കിൽ മകളെ, ഐ ആം വിത്ത് യു. നീ വീണു, നീ അവസരത്തെ നോക്കി, അല്ലെങ്കിൽ നീ സമൂഹത്തെ നോക്കി, നീ ഒന്ന് പതറി, സാരമില്ലെന്നേ, ഞാൻ നിന്നെ എടുക്കാൻ പോവാ. ഐ ആം ഗോയിങ് ടു ബിൽഡ് യു അഗെയിൻ. നീ വെള്ളത്തിന്മേൽ പിന്നെയും നടക്കാൻ പറ്റും, ഞാനുണ്ട് നിന്റെ കൂടെ. ഒരു പക്ഷേ സഹോദരങ്ങളിരുന്ന് അല്ലെങ്കിൽ സ്നേഹിതന്മാരിരുന്ന് പടകിലിരുന്ന് ചിരിച്ചു കാണും, അവര് ഒന്ന് നിന്നെ കുറ്റം പറഞ്ഞു കാണും. പക്ഷെ സാരമില്ലെന്നേ, ഒരു അനുഭവം നിനക്കുണ്ടായിരുന്നോ? ഒരു ഹിസ്റ്ററി നീ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ there is nothing to beat that particular experience. നമ്മൾ ഈ നയമാന്റെ കഥ നോക്കി, ആ യുവാവിന്റെ കഥ നോക്കി, കാണുവാനുള്ളതായ കാഴ്ച പിന്നെയും കൊടുത്തു. പത്രോസിന് വെള്ളത്തിന്മേൽ വീണ്ടും നടക്കുവാനായിട്ടുള്ളതായ കൃപ ദൈവം കൊടുത്തു. നയമാന് ദൈവം കുഷ്ഠരോഗം എടുത്തു മാറ്റി. ഒരു സുന്ദരനായി നയമാൻ തിരിച്ചു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ആഗ്രഹം? വരുന്നതായ 365 ദിവസവും എൻ്റെ ചിന്ത എന്തായിരിക്കണം? എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വളരണം. എനിക്കൊരു വെളിപ്പാട് വേണം, എനിക്കൊരു പുതിയ അനുഭവം വേണം. എൻ്റെ കണ്ണുകളെ തുറക്കണം ദൈവം. എൻ്റെ കുഷ്ഠരോഗം എടുത്ത് മാറ്റണം. എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം, എൻ്റെ ചിന്തയ്ക്കൊരു മാറ്റം, എൻ്റെ ചിന്താഗതിക്കൊരു മാറ്റം, എല്ലാത്തിനും ഒരു മാറ്റം എൻ്റെ ദൈവമേ നീ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനോടി നിന്നിൽ അണയുന്നേ, സങ്കേതമാകും വൻപാറയേ, സന്തോഷം നീയൻ സർവാവും നീയേ, ഇല്ല മറ്റാരും ആശ്രയമായി. എല്ലാരും എന്നെ തള്ളിയിടുമ്പോൾ യേശുവേ നീ എന്നെ കൈവിടല്ലേ. നീറും നിരാശയും വേദനയും പൂർണ്ണമായി മാറിയിടും നിൻ കൃപയാൽ. അതുകൊണ്ട് ഞാനോടി നിന്നിൽ അണയുന്നേ, സങ്കേതമാകും വൻപാറയേ, സന്തോഷം നീയൻ സർവാവും നീയേ, ഇല്ല മറ്റാരും ആശ്രയമായി. കണ്ണുനീർ തൂകും വേളകളിൽ എന്നിൽ കനിയും
വല്ലഭനേ മുറ്റും തരുന്നു എന്നെ നിൻ കൈകളിൽ, നിൻഹിതം പോലെന്നെ പണിയണമേ. നിൻഹിതം പോലെന്നെ പണിയുന്നത് എങ്ങനെയെന്നറിയാം? എൻ്റെ വിചാരങ്ങളൊന്ന് മാറ്റണമേ, എൻ്റെ ചിന്തകളൊന്ന് മാറ്റണമേ, എൻ്റെ അഹങ്കാരങ്ങൾ എടുത്ത് മാറ്റണമേ. ദൈവമേ, എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ. വെള്ളത്തിന്മേൽ നടക്കുവാൻ നീ എനിക്കൊരു വെളിപ്പാട് തരണമേ. നീ വിളിക്കുന്ന ആ സ്റ്റെപ്പ് എടുക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. 365 ദിവസവും നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ഓടി നിന്നിൽ അണയുന്നേ. സങ്കേതമാകും വൻപാറയെ, സന്തോഷം നീയൻ, സർവവും നീയെ, ഇല്ല മറ്റാരും ആശ്രയമായി. എൻ്റെ ജീവിതത്തിൽ ആശ്രയമായിട്ട് വേറെ ആരും എനിക്ക് വേണ്ട. ചിലവർ പ്രാർത്ഥിക്കുമ്പോൾ പറയും, എനിക്ക് യേശുവേ നീ അല്ലാതെ ആരുമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനല്ല. ഞാൻ പറയുന്നത്, എനിക്ക് വേറെ ആരും വേണ്ടെന്നേ. യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല, വേറെ ആരുടെ ആവശ്യമില്ല. വിശ്വാസത്തിന്റെ യാത്ര. ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പടകിലുണ്ടായിരിക്കണം. കൊടുങ്കാറ്റ് വന്നെന്നിരിക്കും, അന്തരീക്ഷങ്ങൾ മാറിയെന്നിരിക്കും, സ്നേഹിതന്മാർ സ്നേഹിക്കുന്നില്ലായിരിക്കും, സ്വന്തം സഹോദരരും സഹോദരികളും നമ്മളെ സ്നേഹിച്ചെന്നിരിക്കത്തില്ല. പക്ഷേ യേശു നമ്മുടെ പടകിലുണ്ടോ? എന്നെ സ്നേഹിക്കുന്ന ദൈവം, ആ അൺചേഞ്ചിങ് ലവ്, അഗാപ്പെ ലവ്, ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ ഓടി നിന്നിൽ അണയുന്നേ. സങ്കേതമാകും വൻപാറയെ, സന്തോഷം നീയൻ, സർവവും നീയെ, ഇല്ല മറ്റാരും ആശ്രയമായി. താങ്ക് യു ജീസസ്. ആമേൻ.